ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പം മക്കളെ, നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ഫാർ ആൻഡ് നിയർ എന്ന് പറയുന്ന ഒരു 5ാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് യൂണിറ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നീളം, അതായത് ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷർമെന്റ്സ് ഏതൊക്കെയാണ്, യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സെന്റിമീറ്റർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്കെയിലിൽ സെന്റിമീറ്റർ യൂസ് ചെയ്യാറുണ്ട്, മില്ലിമീറ്റർ യൂസ് ചെയ്യാറുണ്ട്, മീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സ്കെയിലിൽ സെന്റിമീറ്റർ ആണ്, മില്ലിമീറ്റർ ആണ്. പിന്നെ നമ്മൾ മീറ്റേഴ്സ്, സാരിയൊക്കെ മീറ്ററിൽ, അതുപോലെ ഡിസ്റ്റൻസുകളൊക്കെ കിലോമീറ്ററിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതിനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒരൊറ്റ ചാർട്ട് പഠിച്ചാൽ മതി. ആ ഒരു ചാർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് മിസ്സിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു ചാർട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം മില്ലിമീറ്റർ ഉണ്ട്. നമ്മൾ മെഷർ ചെയ്യുന്നത് ചിലപ്പോൾ മില്ലിമീറ്ററിലായിരിക്കാം, സെന്റിമീറ്ററിലായിരിക്കാം, മീറ്ററിലായിരിക്കാം, അല്ലെങ്കിൽ കിലോമീറ്ററിലും ആയിരിക്കാം. ഓക്കെ, ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്കൊരു സെന്റിമീറ്ററിൽ തന്ന സാധനത്തിനെ നമ്മൾ മെഷർ ചെയ്തത് സെന്റിമീറ്ററിലാണ്, എനിക്കതിനെ മീറ്ററിലേക്ക് മാറ്റണം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് പോവല്ലേ വേണ്ടത്? അതായത് ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഇപ്പം ഇത്രയേ ഉള്ളൂ. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 100, അതായത് 1 മീറ്റർ. നമുക്കറിയാം, ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം എന്ന് വിചാരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാ നോക്കി, ഇവിടുന്ന് നമുക്ക് മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ട് പോകണം. നമ്മളുടെ കയ്യിലിരിക്കുന്ന മീറ്ററിൽ നിന്ന് സെന്റിമീറ്ററിലോട്ട് പോകണം. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100. 5 ഇൻറ്റു 100, 500 സെന്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതേപോലെ നോക്കി, മീറ്ററിൽ നിന്ന് നമുക്ക് കിലോമീറ്ററിലോട്ട് പോകണം. മീറ്ററിൽ നിന്ന് കിലോമീറ്ററിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1000 മീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? 1000 ഡിവൈഡഡ് ബൈ 1000, അതായത് 1 കിലോമീറ്റർ. നമുക്കറിയാം, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ് അല്ലേ? ഇനി നമ്മുടെ കയ്യിൽ 500 മീറ്റർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? 500 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എന്ത് സംഭവിക്കും? 5/10, 1/2 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇതാ മില്ലിമീറ്റർ ഉണ്ട്. നമുക്കറിയാം 10 മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് ഒരു സെന്റിമീറ്റർ അല്ലെ? 10 മില്ലിമീറ്റർ ചേർന്നതാണ് ഒരു സെന്റിമീറ്റർ. അപ്പോൾ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 2 × 10, 20 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10, 10 മില്ലിമീറ്റർ. 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 10, 20 മില്ലിമീറ്റർ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചാർട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ഒരുപാട് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർഷൻ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇനിയും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വരാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്, ബൈ.